കൂടുതലായിട്ട് കേൾക്കാൻ റെഡിയാണെന്നുള്ളവരൊന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാവോ? റെഡി. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് നിങ്ങൾക്കറിയാം വെനസ്ഡേ ആണ്, സേഫ് സാറുടെ ലോ ഓഫ് അട്രാക്ഷൻ സെഷൻ ആണ് വരുന്നത്. ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സേഫ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സേഫ് സാർ, പ്ലീസ് വെൽക്കം. Thank you. Much morning all. sir. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായി പോണം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പറ്റുന്നത്ര ആളുകൾ എന്ത് ചെയ്യാം, വീഡിയോ ആണ് ചെയ്യാൻ. മുസ്തഫ സാർ കൈ അയച്ചിട്ടിരിക്കുക. ഓക്കെ, കൈ കെട്ടിരിക്കരുത്, കൈ അയച്ചിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ക്ലാസ് കേൾക്കുന്ന സമയത്ത് എപ്പോഴും കൈ അയച്ചിട്ട്, ആരുടെ ക്ലാസ്സിലാണെങ്കിലും കൈ അയച്ചിട്ടിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊന്നും കൂടെ ഓപ്പൺ ആവുന്നതാണ് എല്ലാ ആളുകളും. സോ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്ത്. എനിക്ക് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്യും. ഷൈനി മാമിന് വിജയിക്കണം, രഞ്ജിത്ത് സാറിന് വിജയിക്കണം, റസാഖ് സാറിന് വിജയിക്കണം, പ്രീത മാം, ഹൻഫിഷ, ജാസ്മിൻ റഫീഖ്, വിൻസെന്റ് ജോസഫ്, ശ്രീഷ്ണ ഷിബു, നജില. ഓക്കെ, ഫൈൻ. എന്താണ് വിജയിക്കുന്നതിൽ നമ്മളെ തടസ്സം നിർത്തുന്ന കാര്യം? എന്താണ് നിങ്ങൾ വിജയിക്കുന്നതിൽ തടസ്സം നിർത്തുന്ന കാര്യങ്ങൾ? ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്ത്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വിജയിക്കുന്നതിൽ നിന്ന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ? നിങ്ങൾക്ക് ഓരോ ആളുകൾക്ക് ഓരോ കാരണം പറയാനുണ്ടാവും. സുബ്രഹ്മണ്യൻ സാർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, കോൺഫിഡൻസ് ഇല്ലായ്മ. വേറെ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ. പ്രൊക്കാസിനേഷൻസ്, ആങ്സൈറ്റി, ആശങ്ക. വേറെ കമ്മ്യൂണിറ്റി ബന്ധം, ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി, ഫിയർ, lack of confidence, laziness and procrastinations, fear, പിന്നെ വേറെ നോട്ട് an action taker. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലേക്കൊക്കെ നമ്മളെ കണക്ട് ചെയ്യുന്ന, അപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പല കാര്യത്തിലേക്കും നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലെ, നമ്മൾ എല്ലാ ദിവസവും സംസാരിക്കുന്ന ലോ ഓഫ് അട്രാക്ഷനെ ബേസ് ചെയ്ത കാര്യങ്ങളാണ്. ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ ഇന്നും പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന സംഭവം ഉണ്ടല്ലേ, വാട്ട് യു തിങ്ക് യു വിൽ ബിക്കം എന്ന് പറയുന്നുണ്ട്. ഇതിനെ തന്നെ ഓഫ്ര വിൻഫ്രെ ഒന്നും കൂടെ റീസ്ട്രക്ചർ ചെയ്തിട്ട് ഓഫ്ര വിൻഫ്രെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. യു ബിക്കം വാട്ട് യു ബിലീവ്, നോട്ട് വാട്ട് യു വിഷ്. ഓക്കെ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതല്ല നിങ്ങളായിത്തീരുക, നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നമ്മളായിത്തീരാനുള്ളത്. ഓഫ്ര വിൻഫ്രന്റെ ലൈഫ് സ്റ്റോറി ഒക്കെ പഠിക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്നല്ല, അത് വളരെ എൻകറേജ് ആയിട്ടുള്ള ലൈഫ് സ്റ്റോറിയാണ്. ഓക്കെ, ഓഫ്ര വിൻഫ്രെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ വളരെ ഭംഗിയുള്ള സ്ത്രീയൊന്നുമല്ല. ഓക്കെ, വളരെ ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, സെക്സൽ അബ്യൂസിനിലായിട്ടുണ്ട്. പക്ഷെ ലോകം കണ്ട ഏറ്റവും നല്ലൊരു ഓണ്ടർപ്രണർ, നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ, നല്ല ഓതർ എന്നുള്ള ഇതൊക്കെ ഓഫ്ര വിൻഫ്രെ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ അവിടെ
ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഡൗട്ട് ആണ്. ഓക്കെ, സംസാരിക്കാൻ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് ഡൗട്ട് ആണ്. എന്താണ് ഈ സെൽഫ് ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് പറയാൻ സാധിക്കാം? അല്ലെ, നമ്മൾ പല ആളുകൾക്കും എന്തുണ്ടാവും, നമുക്ക് പല ആളുകൾക്കും ഭയങ്കരമായിട്ടുള്ള ഐഡിയയും ഭയങ്കരമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. ലോകത്തില് എല്ലാ ആളുകളും സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്നത്. 25-24 വയസ്സുള്ള ആൾ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എനിക്ക് ലൈഫിൽ ഭയങ്കര സക്സസ് ആവണം. ഓക്കെ, 60 വയസ്സിന് ശേഷം അത്തരം ആളുകളെ കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത് 60 വയസ്സാകുന്ന സമയത്ത് അവരെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിൽ വെറും 5% ആളുകളാണ് എന്തായിട്ടുള്ളൂ ഫിനാൻഷ്യലി ഫ്രീ ആയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, വളരെ റിച്ച് ആയിട്ട് 2% ആളുകളൊക്കെ എത്തിയിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ പലരും 48% ആളുകൾ പരാജയപ്പെട്ടവരായിരിക്കാം. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഓക്കെ, അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞത് സെൽഫ് ഡൗട്ട് ആണ്. എന്താണ് സെൽഫ് ഡൗട്ട്? നിങ്ങളുടെ ഒപ്പീനിയനിൽ എന്താണ് സെൽഫ് ഡൗട്ട്? ആർക്കും പറയാം. ഫ്ലോർ ഈസ് ഓപ്പൺ. ഇറ്റ്സ് യുവേഴ്സ് റൈറ്റ് നൗ. എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ കൊണ്ട് പറ്റില്ല. ഓക്കെ, താങ്ക് യു മണി സാർ. വേറെ ലാക്ക് ഓഫ് കോൺഫിഡൻസ്. സുബ്രഹ്മണ്യ സാർ പറഞ്ഞിട്ടുണ്ട് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഓക്കെ, വളരെ കറക്റ്റ് ആണ്. എന്താണ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണെങ്കിൽ ശരിക്ക് സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത്. എന്തിനാണ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ടാവുക? ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇൻ വൺ സെൽഫ് ആൻഡ് വൺസ് എബിലിറ്റീസ്. നമ്മളുടെ കഴിവില് വിശ്വാസം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കഴിവിൽ നമുക്ക് ഉണ്ടാവുന്ന ഡൗട്ടിനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? സെൽഫ് ഡൗട്ട് ഉണ്ടാവുക. എല്ലാ ആളുകൾക്കും ലോകത്തില് സെൽഫ് ഡൗട്ട് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും. സെൽഫ് ഡൗട്ട് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും. പ്രയാസാണ് അല്ലെ? സെൽഫ് ഡൗട്ട് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. എല്ലാ ആളുകൾക്കും ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള നിങ്ങൾ കാണുന്നതും ഞാൻ കാണുന്നതും നമ്മൾ എല്ലാ ആളുകൾക്കും സെൽഫ് ഡൗട്ട് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഞാനത് ഇന്ന് ഇപ്പൊ ഒരാളെ വിളിക്കുകയാണ്, പുതിയ ഒരാളെ വിളിച്ചിട്ട് പറയാണ്, അയാളുടെ വിളിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ പറയാണ്. എന്താ ടോപ്പിക് വയ്ക്കുകയാണ്. ടോപ്പിക് എനിക്ക് ഇഷ്ടമുള്ള സംസാരിച്ചോളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ഇതിൽ 5 മിനിറ്റ് സംസാരിക്കാൻ റെഡി ആയിട്ടുള്ള ആളുകളുണ്ടാവും, റെഡി അല്ലാത്ത ആളുകളുണ്ടാവും. നിങ്ങൾ 2 പേരും കമന്റ് ചെയ്തേ, ഒരു 5 മിനിറ്റ് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ഇപ്പൊ സംസാരിക്കാൻ, നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സമയമല്ല, റൈറ്റ് നോ സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. തയ്യാറുള്ള ആളുകൾ മെസ്സേജ് കമന്റ് ചെയ്തേ. തയ്യാറില്ലാത്ത ആളുകൾ, പറ്റാത്ത ആളുകൾ നോയും കമന്റ് ചെയ്തേ. ബഷീർ സാർ തയ്യാറാണ്. ഓക്കെ, സുബ്രഹ്മണ്യ സാർ തയ്യാറാണ്, നൗഫൽ സാർ തയ്യാറാണ്, മണി സാർ തയ്യാറാണ്, നജില തയ്യാറാണ്, ഷില മാം തയ്യാറാണ്. ഓക്കെ, രഞ്ജിത് സാർ തയ്യാറാണ്, സിന്ധു മാം തയ്യാറാണ്, ഷൈനി മാം തയ്യാറാണ്. ഓക്കെ, ഇനി തയ്യാറില്ലാത്ത ആളുകൾ നോ കമന്റ് ചെയ്തേ. അപ്പൊ തയ്യാറുള്ള ആളുകൾക്ക് എസ് കമന്റ് ചെയ്തു. തയ്യാറില്ലാത്ത പറ്റാത്ത ആളുകൾ നോ കമന്റ് ചെയ്തു. നോ കമന്റ് ചെയ്യാൻ ആരില്ല. റോസ്ലിൻ ആന്റണി തയ്യാറാണ്. എല്ലാവരും തയ്യാറാണ്. 31 ആളുകളും തയ്യാറാവും. പറ്റാത്ത ആളുകൾ ആരുമില്ല. എസ് കമന്റ് ചെയ്തു. പറ്റാത്ത ആളുകൾ നോ കമന്റ് ചെയ്യാൻ പഠിക്കുന്നു വേണം. പറ്റാത്ത ആളുകൾ എന്ത് ചെയ്യാം? നോ കമന്റ് ചെയ്യാം. ബീന മാം നോ കമന്റ് ചെയ്തു. വേറെ ആൾക്കാരൊന്നും ക്ലാസ് കേൾക്കുന്നില്ല. ഓക്കെ, ഷീജ മാം നോ കമന്റ് ചെയ്തു. അഖില മാം നോ കമന്റ് ചെയ്തു. എന്തുകൊണ്ടാണ് കുറെ ആളുകൾ എസ് കമന്റ് ചെയ്തത്? എന്തുകൊണ്ടാണ് കുറെ ആളുകൾ നോ കമന്റ് ചെയ്തത്? ഇതിൽ 5 മിനിറ്റ് ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? 5 മിനിറ്റ് എന്തെങ്കിലും ടോപ്പിക്കാ പറയുന്നത്, ഒരു ഇന്ന ടോപ്പിക് എന്ന് പറയുന്നില്ല. അല്ലെ? എന്തു ആവാം, എന്തിനെ കുറിച്ചെങ്കിലൊക്കെ 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റാത്ത ആളുകൾ ഇതിൽ ആരുമില്ല. കാരണം നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ 5 മിനിറ്റ് വളരെ കൂളായിട്ട് എന്ത് കാര്യമാണ് സംസാരിക്കും. 5 മിനിറ്റ് എങ്കിലും ഒരു ഫ്രണ്ട്സിനോട് കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ ചെയ്യാത്ത ആളുകളുണ്ടോ? ഇല്ല. അതേ പാറ്റേൺ തന്നെയാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാണ്ടാവുക, സംസാരിക്കാനുണ്ടാവുക. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് വെച്ചാൽ സെൽഫ് ഡൗട്ട്. എന്താണ് സെൽഫ് ഡൗട്ട് ഉണ്ടാവാനുള്ള കുറച്ച് കാരണങ്ങൾ, എങ്ങനെയാണ് നമുക്ക് അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റുക? നമുക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവാം? പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടാവുമോ എന്നൊരു ഡൗട്ട്. പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടാവും എന്നുള്ള ഡൗട്ട്, ഫെമിലാരിറ്റി ഇല്ലെങ്കിൽ അല്ലെ? കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാരണം എന്താ വെച്ചാല് സെൽഫ് ഡൗട്ട് ഉണ്ടാകാനുള്ള പല കാരണങ്ങളും. ഒന്നാമത്തെ കാരണം പാസ്റ്റ് ഫെയിലിയേഴ്സ് ആണ്. ഓക്കെ, ജീവിതത്തിൽ നമുക്ക് മുന്നേ ഉണ്ടായിരിക്കുന്ന പല പരാജയങ്ങളും പിന്നീട് നമുക്കത് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരും.
പല ആളുകളും ഡ്രൈവിംഗ് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുണ്ടാവും. പല ഫെയിലിയറിനെ അവർ ഓവർകം ചെയ്തിട്ടായിരിക്കും അതിൽ എക്സ്പേർട്ട് ആയത്. ചില ആളുകൾ ഒരു സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ആക്സിഡന്റോ ഒരു നമ്മളെ വണ്ടി തട്ടുക എന്നേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ പിന്നെ വണ്ടി തൊടുകയില്ല. കാരണം എന്താ, ആ പരാജയം ഇവരെങ്ങനെ ആ പരാജയം ഇവരെ സെൽഫ് ഡൗട്ടിലേക്ക് കണക്ട് ചെയ്യും. വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയറിങ് വിത്ത് അതേഴ്സ്. സെൽഫ് ഡൗട്ടിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് കമ്പയറിങ് വിത്ത് അതേഴ്സ് ആണ്. ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പോലെ ആകും, അല്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കും. ഞാനിപ്പോ ബി മാജിക്കിന്റെ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആവുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു ക്ലാസ് എടുക്കുകയാണ്, എൻ്റെ വൈഫ് ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ വൈഫിന് ചിലപ്പോൾ സംസാരിക്കാൻ കുറച്ച് മടിയുണ്ടാവും. കാരണം എന്നെ പോലെ ആയില്ലെങ്കിൽ എന്നായിരിക്കും ചിലപ്പോൾ ചിന്തിക്കുക. എൻ്റെ വൈഫ് സുംബ കളിക്കുന്ന സമയത്ത് എനിക്ക് സുംബ കളിക്കാൻ മടിയുണ്ടാവും. കാരണം എന്താ, ഞാൻ വൈഫിനെ പോലെ എനിക്ക് കളിക്കാൻ പറ്റിയില്ലെങ്കിലോ. ക്ലിയർ ആണല്ലോ? ഇത് കോമൺലി എല്ലാ മനുഷ്യരിലും എന്തുണ്ടാവും, ഈ ഒരു സംഭവം വരും. നമ്മൾ എന്താ കമ്പയറിങ് ചെയ്യും. എപ്പോഴും സെൽഫ് ഡൗട്ട് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസിലായിക്കോട്ടെ, ഒരു ക്ലാസ്സിലായിക്കോട്ടെ, ബാക്കിയുള്ള സ്ഥലത്തായിക്കോട്ടെ, നിങ്ങളുടെ കോമൺ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് പാസ്റ്റ് ഫെയിലിയർ ആണെങ്കിൽ സെക്കൻഡ് കമ്പയറിങ് വിത്ത് അതേഴ്സ് ആണ്. മറ്റുള്ള ആളുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും. ഇപ്പൊ ഈ റീസൺസിനൊക്കെ ആയിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത്. വേറൊരു കാര്യമാണ് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ഓർ ക്രിറ്റിസിസം. മറ്റുള്ളവർ എന്ത് പറയും, അവരിനി എന്താണ് പറയുക, അവരെന്താണ് ചിന്തിക്കുക എന്നുള്ള കാര്യങ്ങൾ. നാലാമത്തെ റീസൺ പറയുന്നത് പെർഫെക്ഷനിസം ആണ്. ഞാൻ ചെയ്താൽ റെഡി ആയില്ലെങ്കിലും കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്തതിനു ശേഷം ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം, ഇതിൽ 4 എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഡൊമിനന്റ് ആയിട്ടുണ്ടാവും. അത് ഏത് കാര്യമാണ് നോക്കുക. നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന ഒരു സംഭവം സെൽഫ് ഡൗട്ട് ഒരു പ്രധാന റീസൺ ആണ്. ആ സെൽഫ് ഡൗട്ടിന് പ്രധാന വരുന്ന 4 കാരണങ്ങൾ. എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫോം ആവാത്തത്? എന്താണ് നിങ്ങൾ അതിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നയിക്കുന്ന സംഭവങ്ങൾ? നിങ്ങളെ പാഷണൽ ആയ ഫെയിലിയർ ആണെങ്കിൽ അതിനെ നിങ്ങൾ ഓവർകം ചെയ്യാൻ നോക്കുക. കമ്പയറിംഗ് വിത്ത് അതേഴ്സ് ഉണ്ടോ, ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ഉണ്ടോ, പെർഫെക്ഷനിസം ഉണ്ടോ? കോമൺ ആളുകൾ വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിട്ട് കാണുന്ന സാധനത്തിലാണ്. പാസ്റ്റ് ഫെയിലിയർ, കമ്പയറിംഗ് വിത്ത് അതേഴ്സും ഫിയർ ഓഫ് ജഡ്ജ്മെന്റും പെർഫെക്ഷനിസം പല ആളുകളും പോസിറ്റീവ് ആയിട്ട് കാണുന്ന സാധനമാണ്. എന്ത്, ഞാൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആപ്പ പരിപാടി ഒന്നുമില്ല. ഞാൻ ചെയ്യുകയാണെങ്കിൽ അത് ടോപ്പ് വൃത്തിക്ക് ചെയ്യുള്ളൂ. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ കിട്ടൂല. ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലല്ലോ എന്നെക്കാട്ടും നല്ലത് ചെയ്യാതിരിക്കായിരിക്കും. റെഡി ആവാൻ വേണ്ടി കാത്തിരിക്കുക. ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ആം ദ വൺ ഓഫ് ദ ബെസ്റ്റ്. സി, ഇറ്റ്സ് നോട്ട് പോസിബിൾ. നീ പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷനിലാണ് സാധനം. നമ്മളത് ചെയ്ത് 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 ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു 40 വയസ്സ് 35 വയസ്സുള്ള ഒരാള് 25 വയസ്സിൽ ചിന്തിച്ച പോലെ ആയിരിക്കും ഇപ്പൊ ചിന്തിക്കുന്നത്. 25 വയസ്സിൽ അവന്റെ ബെസ്റ്റ് ആയിരിക്കും അവൻ ചെയ്തിട്ടുണ്ടാവുക. 30 വയസ്സാകുമ്പോൾ ചിന്തിക്കുമ്പോൾ അന്ന് കുറച്ചും കൂടെ നന്നായി ചെയ്യായിരുന്നേ, അല്ലേ? ഇപ്പൊ നിങ്ങൾ ഞാനൊക്കെ ചിന്തിക്കാറില്ലേ, അന്ന് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്താൽ മതിയായിരുന്നു, അന്ന് ആ തീരുമാനത്തിൽ അങ്ങ് ഉറച്ചു നിന്നാൽ മതിയായിരുന്നു, അന്ന് അതിൽ നിന്ന് മാറേണ്ടില്ലായിരുന്നു, അന്ന് നമ്മുടെ കഴിവിന്റെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻസ് ആയിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാകും. ഇപ്പൊ പല സമയത്ത് നമ്മൾ റിഗ്രറ്റ് ചെയ്യും. ലൈഫ് അങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്യരുത്, കാത്തിരിക്കരുത്. ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആവുക എന്ന് പറയുന്ന ഒരു സംഭവം മനുഷ്യന്റെ ലൈഫിൽ ഇല്ല. നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുമ്പോൾ തന്നെ വളരെ രസകരമായിട്ടാണ് നമ്മളെ ലൈഫിൽ നമ്മളെ ഇങ്ങനെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്ന സ്റ്റൈൽ നോക്കിയാൽ മതി. നിങ്ങൾ ജനിച്ച ഉടനെ നടന്ന എത്ര പേരുണ്ട് ഇതിൽ? ജനിച്ച ഉടനെ നടന്ന എത്ര പേരുണ്ട്? ജനിച്ച് അപ്പൊ തന്നെ നടന്നു ആരെങ്കിലും ഉണ്ടോ? എനിബഡി? അല്ലെ? നിങ്ങളെ വീട്ടില് ഒരു കോഴിക്കുഞ്ഞ് വിരിഞ്ഞു, അല്ലെങ്കിൽ ഒരു ആട് പ്രസവിച്ചു, എത്ര സമയം കൊണ്ട് നടക്കും? എത്ര സമയം കൊണ്ട് നടക്കും? എത്ര സമയം നടക്കല്? അല്ലെ? കുറച്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ കൊണ്ട് നടക്കും, അല്ലെ? ജനിച്ച ഉടനെ ഇതിൽ സംസാരിച്ച എത്ര പേരുണ്ട്? ജനിച്ച ഉടനെ തന്നെ വളരെ വ്യക്തമായിട്ട് അക്ഷരങ്ങളൊന്നും തെറ്റാതെ എല്ലാ അക്ഷരവും വളരെ ഉച്ചാരണത്തോടുകൂടി സംസാരിച്ച എത്ര പേരുണ്ട്? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആരുമില്ല. എത്ര സമയത്ത് നമ്മൾ സംസാരിക്കാൻ? ഇല്ലേ? ഇനി നിങ്ങൾ എണീറ്റ് നടക്കുന്നതിന് മുമ്പ് എത്ര പ്രക്രിയയിലൂടെ കടന്നുപോയി? നേരെ എണീറ്റ് നടക്കുകയാണ് ചെയ്തത്.
എണീറ്റ് നടക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്തു? പല കാര്യങ്ങളും ചെയ്തു അല്ലെ? ആദ്യം നിങ്ങൾ എങ്ങനെ കിടന്നിരുന്നത്? ആദ്യം കുട്ടി എങ്ങനെ കിടക്കുക? മലർന്നു അല്ലെ? പിന്നെ നമ്മള് വലിയ സന്തോഷത്തോട് പറയും, ഓ കുട്ടി കമിഴ്ന്ന് കിടന്നു, സ്വന്തമായിട്ട് കുട്ടി കമിഴ്ന്ന് കിടന്നു, ആ വരി 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 കുട്ടി കമിഴ്ന്ന് കിടന്നു വരിക. നമ്മളിങ്ങനെ എല്ലാരും വിളിച്ച് കാണിച്ചു, ഒരു മിറാക്കിൾ സംഭവിച്ച പോലെ. പിന്നെന്താ ചെയ്യാ? പിന്നെന്താ കുട്ടി ചെയ്യാ? പതുക്കെ നീട്ടി തുറന്നു അല്ലെ? പിന്നെന്താ ചെയ്യാ? ഇരിക്കാൻ തുടങ്ങും. ആ മുട്ട് കുത്താൻ തുടങ്ങും, ഇരിക്കാൻ തുടങ്ങും അല്ലെ? പിന്നെ ഇങ്ങനെ പതിയെ ആ കുട്ടി പതുക്കെ ഇങ്ങനെ എണീക്കാൻ തുടങ്ങും. പിന്നെ ബാബാ പറഞ്ഞിട്ട് പതുക്കെ ഇങ്ങനെ വിളിക്കും. ഇങ്ങനെ തന്നെയാണ് ഞാനും നിങ്ങളും ഒക്കെ വന്നത്. അങ്ങനെ ആ കുട്ടി വീഴും അല്ലെ? ആ കുട്ടി വീഴുമ്പോ തന്നെ ഉമ്മ പോയിട്ട് പറയും, മോനെ ഇനി നടക്കണ്ട, ഇനി നടന്നു കഴിഞ്ഞാൽ ഈ വീഴുന്ന് പറയോ? മക്കളോട് പറയോ? പറയില്ല. എന്താ പറയാ? സാരല്ല, പിന്നെ നമ്മൾ എണീറ്റിട്ട് വരെ ഇങ്ങനെ എൻകറേജ് ചെയ്യും, കമോൺ കമോൺ കമോൺ. സി ലൈഫ് അങ്ങനെയാണ്. ആ ബിഗിനിങ്ങിലാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചത്. മോളെ ലൈഫ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഈ ഉദ്ദേശിച്ച പോലെ ഇതാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? സെൽഫ് മോട്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യണം. വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വീണ്ടും എണീക്കണം, പിന്നെ വീണ്ടും നടക്കണം അല്ലെ? അങ്ങനെ അവൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പല കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാവില്ല. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരാൾ വേണ്ടി വരും. എന്തൊക്കെ പറഞ്ഞത്, ഏത് ഭാഷ നമ്മളിങ്ങനെ ആലോചിക്കും അല്ലെ? പതിയെ ഒരു 5 വയസ്സ് 4 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് അവൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവന്റെ രീതിയിലേക്ക് എത്തി തുടങ്ങും. ഒരു 3 വർഷമെങ്കിലും എടുത്ത് എന്ത് ചെയ്യാന് നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ്. എന്നിട്ട് നമുക്ക് പിന്നെ ചെയ്യുന്ന കാര്യം ഒറ്റയടിക്ക് റെഡി ആകും. നമ്മൾ ജനിച്ചിട്ട് നടക്കാൻ തന്നെ 1 വർഷം എടുത്തു, സംസാരിക്കാൻ 3 വർഷം എടുത്തു മര്യാദയ്ക്ക്. സോ പെർഫെക്ഷനിസം എന്ന് പറയുന്നത് ഉള്ള രീതിയിലല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഫസ്റ്റ് അത് മനസ്സിലാക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഗോളുകളിലേക്ക് നിങ്ങൾ ലാക്ക് ചെയ്യുന്ന കാര്യമെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം? അതിന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എന്തൊക്കെയാണ് അറിയുന്നത്? നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ സംഭവം എന്താ അറിയും? ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഉത്തരം കിട്ടാറ്? ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താ ഉത്തരം കിട്ടുക? പ്രാർത്ഥിച്ച എന്താ ഉത്തരം കിട്ടുക? പ്രാർത്ഥനകളുടെ ഉത്തരം എങ്ങനെ നമുക്ക് കിട്ടുക? ഇപ്പം ഒരാളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്ക് ഒരുപാട് സമ്പത്ത് നൽകണം, അല്ലെങ്കിൽ എന്നെ ലൈഫിൽ ഭയങ്കര സക്സസ്ഫുൾ ആക്കണം എന്നാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മുമ്പിൽ എന്താണ് ഉത്തരം എങ്ങനെ വരിക? നേരെ ദൈവം കൊണ്ടിട്ട് കുറെ പൈസ കൊടുക്കും. നൗഫൽ സാർ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഓക്കെ, അല്ലെങ്കിൽ ജാസ്മിൻ റഫീഖോ ഷീജാമ്മയൊക്കെ പ്രാർത്ഥിക്കുകയാണ്. രാവിലെ എണീക്കുമ്പോണ്ട് ഒരു ബെല്ല്, ഒരു കോളിംഗ് ബെല്ല് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ആരാണ്? അന്നേരം നിങ്ങള് ഫ്ലിപ്കാർട്ടിലെ ആമസോണിലൊക്കെ ഇതൊക്കെ പോലെ പ്രാർത്ഥിച്ച് കുറച്ച് സാധനം ഓർഡർ ചെയ്തിരുന്നു. ആ ഓർഡർ ചെയ്തിന് ഇതാട്ടോ കുറച്ച് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു സന്തോഷത്തിന് വേണ്ടിയിട്ട്. ഇതാ 2 കിലോ സന്തോഷം കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും വരുമോ? ഇല്ല. പിന്നെ എന്താ സംഭവിക്കുക? അവസരങ്ങൾ വരും അല്ലെ? നിങ്ങളുടെ മുമ്പിൽ എന്ത് വരും? അവസരങ്ങൾ വരും. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ എന്ത് വരും? അവസരങ്ങൾ വരും. പക്ഷെ അവസരങ്ങൾ ആർക്ക് കാണാൻ സാധിക്കില്ല? സെൽഫ് ഡൗട്ട് ഉള്ള ആൾക്ക് കാണാൻ സാധിക്കില്ല. ദൈവം ഇങ്ങനെ കൊണ്ടുവന്നിങ്ങനെ കൊടുക്കും. ദൈവം ഇങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ അവൻ കരുതും, ഇത് ഞാൻ ചെയ്തപ്പോൾ ചെയ്ത ശരിയാണ്, കുറച്ചും കൂടി ഒക്കെ ഒന്ന് പഠിക്കട്ടെ, ഒരു പുസ്തകം കൂടി ഒന്ന് വായിച്ച് ചെയ്യട്ടെ, അടുത്ത ആഴ്ച ആവട്ടെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയട്ടെ. അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അയാളെ മുമ്പിലുള്ള അവസരങ്ങളെ കാണാൻ സാധിക്കില്ല. സെൽഫ് ഡൗട്ടുള്ള ആളുടെ മുമ്പിൽ വരുന്ന അവസരങ്ങളൊക്കെ അയാൾ എന്ത് ചെയ്യും? ഇങ്ങനെ റിജക്ട് ചെയ്ത് ഇയാൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവം അങ്ങനെ കൊടുക്കും. ഇയാൾ പ്രാർത്ഥിക്കും, ദൈവം കൊടുക്കും. ഇയാൾ എന്താ ചെയ്യാ? പ്രാർത്ഥിക്കുന്നു, റിജക്ട് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, റിജക്ട് ചെയ്യുന്നു. നിങ്ങളുടെ ആരെ കുറ്റം പറയും? ദൈവത്തിനെ കുറ്റം പറയും. എന്ത് ദൈവം അത്? എത്ര കാലമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അയാൾ ആക്ഷൻസ് എടുക്കാൻ തയ്യാറാവില്ല. സെൽഫ് ഡൗട്ട് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസിൽ. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം പൂവർ പെർഫോമൻസ് ആയിരിക്കും. അയാൾക്ക് ഒരിക്കലും പെർഫോം ചെയ്യാൻ കഴിയില്ല. ഞാൻ ചെയ്താൽ ശരിയാവില്ല, ആ ഡൗട്ടാണ് അയാൾക്ക് എപ്പോഴും ഉണ്ടാവും. ആ ഡൗട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അയാൾക്കും പൂവർ പെർഫോമൻസ് ആയിരിക്കും. മൂന്നാമത്തെ കാര്യങ്ങൾക്ക് ആർക്കൊക്കെ പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ടോ അവിടെയൊക്കെ സെൽഫ് ഡൗട്ട് ഉണ്ട്. ഓക്കെ, നീട്ടി വെക്കുന്ന സ്വഭാവം ആർക്കൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങളെ വില്ലൻ എന്ന് പറയുന്നത് സെൽഫ് ഡൗട്ട് ആയിരിക്കും. ഓക്കെ, നമ്മൾ നീട്ടി വെക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കി, അതിന്റെ റീസൺ എന്തായിരിക്കും? ഒരു 2 3 4 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ സെൽഫ് ഡൗട്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ അപ്പോൾ ഇതാക്കുക, ഡൗട്ട് ഈസ് ദ എനിമി ഓഫ് ആക്ഷൻ. ഓക്കെ, നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതിന്റെ നേരെ ശത്രുവാണ് ഡൗട്ട്. നിങ്ങൾ ലൈഫ് സക്സസ് ആക്കുന്നതിന് നേരെ ശത്രുവാണ് ഡൗട്ട്. നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് സെൽഫ് ഡൗട്ട് ആണ്.
When you doubt, you delay. When you delay, you shrink. Okay. എപ്പോഴൊക്കെ നിങ്ങൾ ഡൗട്ട് അടിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യും? ഡിലേ ആയിക്കൊണ്ടിരിക്കും. ഡിലേ ആയി കഴിയുമ്പോൾ ലൈഫ് എന്ത് ചെയ്യും? ഭയങ്കര സിങ്ക് ആവും. ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? സെൽഫ് ഡൗട്ട് എന്ന് പറയുന്ന സാധനത്തിനെ മാറ്റിയിട്ടുള്ള ആളുകളൊക്കെ ലൈഫിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ആർക്കെങ്കിലും ഒരാൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സെൽഫ് ഡൗട്ട് മാറ്റിയിട്ട് സക്സസ് ആയ ഒരുപാട് ആളുകൾ ഇതിലുണ്ടാവും. ഇതിൽ എന്നെ കേൾക്കുന്ന എല്ലാ ആളുകളും സെൽഫ് ഡൗട്ട് മാറ്റിയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. ഏതൊരു കാര്യമാണെങ്കിലും. ആർക്കാണ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവുക? എനിക്ക് ഒരുപാട് കഥകൾ എൻ്റെ ലൈഫിനെ കുറിച്ച് തന്നെ പറയാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാം. ഇനിയിപ്പൊ ഞാൻ പറഞ്ഞാൽ ശരിയാവോ? എനിക്കിപ്പോ അങ്ങനെ ഒക്കെ ഉണ്ടോ? അതായിരിക്കും ഇപ്പൊ അടുത്ത ഡൗട്ട്. സാറ് പറഞ്ഞു ശൈലിമ പറഞ്ഞോളൂ. മുൻപ് ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡൗട്ട് തന്നെ ആയിരുന്നു. ഡൗട്ട് മാത്രമേ ഉണ്ടാവുള്ളായിരുന്നു. അത് ചെയ്യാൻ പറ്റുമോ, ചെയ്താൽ ശരിയാവോ. പിന്നെ അങ്ങ് പതിയെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പോലും പതിയെ പിന്നെ മിണ്ടാണ്ടങ്ങ് ഇരുന്ന് കളയും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴത്തേക്കും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും, ഞാൻ ചെയ്യും. ഓക്കെ, ചെയ്താൽ ശരിയാകും. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് 100% അത് ശരിയാകുകയാണ്. പക്ഷെ അത് ഞാൻ സെയ്സാന്റെ ക്ലാസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നതെന്ന് എനിക്ക് ലഭിച്ച ഒരു കാര്യമാണ്. ഇതുപോലെ എനിക്ക് ഒരു വാക്ക് പോലും ഞാൻ ഈ ക്ലാസ്സിലൊക്കെ കയറുന്ന സമയത്ത് എനിക്ക് പറയാൻ കഴിയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ വ്യക്തമായിട്ട് 2 വാക്ക് പറയാൻ എനിക്ക് കഴിയുന്നുണ്ടല്ലോ. അതുപോലെ ഏത് കാര്യത്തിന് ഞാനിപ്പോ പോകുമ്പോഴും എന്നെ കൊണ്ട് കഴിയും, ഞാൻ അത് ചെയ്യും. അത് എനിക്ക് നന്നായിട്ട് തന്നെ വരും. അത് അങ്ങനെ തന്നെയാണ് വരുന്നത്. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നല്ലൊരു ഡൗട്ട് ഇല്ലാണ്ട് പോകുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആയിട്ട് വരുന്നു. അത് സൺഡേ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഒരു ശക്തിയും ബലവും തന്നെയാണ്. അതായത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പോലും സംസാരിക്കാൻ ഈ സമയത്ത് ആർക്ക് ധൈര്യമില്ലായിരുന്നു? ഷൈനിമേന്റെ ധൈര്യമില്ലായിരുന്നു, എനിക്കും ധൈര്യമില്ലായിരുന്നു കേട്ടോ. പണ്ട് ഞാനൊരു ക്ലാസ് കേൾക്കുകയാണെങ്കിൽ എനിക്കങ്ങനെ സംസാരിക്കാതെ ധൈര്യമില്ലായിരുന്നു. ഇതിൽ പല ആളുകൾക്കും എന്തില്ലായിരുന്നു? ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ മൈക്ക് ഓണാക്കി കഴിഞ്ഞാൽ വെക്കാത്ത പല ആളുകളും ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ എന്ന് ഡൗട്ടുള്ള ആളായിരുന്നു. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. ഇതിലുള്ള ഓരോ ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കും. എപ്പോഴാണ് അവർക്ക് അതിന് ക്ലിയർ ചെയ്യാൻ പറ്റിയത്? എപ്പോഴാണോ അവരിൽ വിശ്വസിച്ചതായി ഇവരൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്കും പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ താങ്ക് യു ഷൈനി മാം, എങ്ങനെയാണ് നമുക്ക് ഈ സെൽഫ് ഡൗട്ടിനെ നമുക്ക് മാറ്റാൻ പറ്റും? ഓക്കെ, സെൽഫ് ഡൗട്ടിനെ എങ്ങനെ മാറ്റാൻ പറ്റും നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ ബേസിക്കലി ഡ്രൈവിംഗ് അറിയുന്ന എത്ര പേരുണ്ട്? ജസ്റ്റ് ഒന്ന് എസ് കമന്റ് ചെയ്തേ. ഡ്രൈവിംഗ് അറിയുന്ന ആളുകൾ, ഡ്രൈവിംഗ് അറിയുന്നവർ എസ് കമന്റ് ചെയ്യും. സൈക്കിളോ ബൈക്കോ കാറോ വാട്ടർ ടീസ് എന്തെങ്കിലും ഡ്രൈവ് ചെയ്യുന്നത് ഷൈനി മാമിനെ അറിയാം, ബഷീർ സാറിന് അറിയാം, റസാഖ് സാറിന് അറിയാം, നൗഫൽ സാറിന് അറിയാം, കീർത്തന മാമിനെ അറിയാം, റോസ്ലിൻ മാമിനെ അറിയാം, ഹൻഫീസൊക്കെ അറിയാം. എങ്ങനെയാണ് നിങ്ങൾ ഈ ഡ്രൈവിംഗ് ലേൺ ചെയ്തതെന്ന് ആലോചിക്കും. ഇപ്പോ നൗഫൽ സാറ് ഏതൊരു ദിവസത്തില് ഇനി ഗ്രൂപ്പിലാണോ ഇവിടെ ക്ലാസ്സിലാണോ എന്നറിയില്ല, ഒരു ദിവസത്തിൽ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണ്ടായിരുന്നു. അദ്ദേഹം താമസിക്കുന്നതിന്റെ അടുത്തൊരു പുഴയുണ്ട്. ഓക്കെ, അവിടേക്ക് അദ്ദേഹം മാറി താമസിച്ചതാണ്. അദ്ദേഹം കൂട്ടുകാരോടൊപ്പം എന്ത് ചെയ്യും? എല്ലാ ദിവസവും പോകും. ഒരിക്കലും അദ്ദേഹം വെള്ളത്തിലേക്ക് ചാടില്ല. ഓക്കെ, കൂട്ടുകാരൊക്കെ കുളിക്കും, അദ്ദേഹം ഒരിക്കലും വെള്ളത്തിലേക്ക് ചാടില്ല. ഒരു ദിവസം പിന്നിന്ന് ആരോ തള്ളി. ഓക്കെ, നേരെ അദ്ദേഹം വെള്ളത്തിലേക്ക് വന്നു. അതിനുശേഷം എന്ത് ചെയ്തു? അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നീന്താൻ പഠിച്ചു. എന്താ സംഭവിച്ചവിടെ? ഓക്കെ, എന്താ സംഭവിച്ചത്? ചില സമയത്ത് നമുക്കൊരു പുഷിങ് വേണ്ടി വരും നമ്മുടെ സെൽഫ് ഡൗട്ടിനെ ഇത് ചെയ്യാൻ. ആദ്യം നമ്മൾ വേണ്ട സംഭവങ്ങൾ എന്താ വെച്ചാൽ സെൽഫ് ഡൗട്ടിനെ ഓവർകം ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടത്, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കൂടെയുള്ള 5 ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂടെ ഏറ്റവും അധികം സമയം സ്പെൻഡ് ചെയ്യുന്ന, നമ്മുടെ ലൈഫിൽ കുറേ പാർട്ട്നേഴ്സ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതിലൂടെ ഒരു പാർട്ണർ ആരായിരിക്കും? നമ്മുടെ ലൈഫ് പാർട്ണർ ആയിരിക്കും. വേറെ കുറെ പാർട്ട്നേഴ്സ് ഉണ്ടാവും. ഹെൽത്ത് പാർട്ണർ, കരിയർ പാർട്ണർ, ഗ്രോത്ത് പാർട്ണർ, അങ്ങനെ കുറെ കാറ്റഗറി ഓഫ് പാർട്ട്നേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സെൽഫ് ഡൗട്ടിനെ നിങ്ങൾ ഓവർകം ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം അവെയർ ആകും. നിങ്ങളുടെ സുഹൃത്തുക്കള് നിങ്ങളെ സെൽഫ് ഡൗട്ട് കൂട്ടാനും പറ്റിയ ആൾക്കാരുണ്ടാവും, സെൽഫ് ഡൗട്ട് കുറക്കാനും പറ്റിയ ആൾക്കാരുണ്ടാവും. ഇല്ലേ? ബി മാജിക്കിൽ വരുന്ന സമയത്ത് കുറെ ആളുകൾക്ക് സെൽഫ് ഡൗട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്?
പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ കൂടെ വന്നു. പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ കൂടെ കൊണ്ടുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യും? നീ ചെയ്തോടാ, ചെയ്തോ, ഓക്കെ, ഒന്നും സംഭവിക്കൂല, ഞാനുണ്ട് കൂടെ എന്ന് പറയാനൊരാളുണ്ടാകുന്നുണ്ട്. ഇപ്പം ലാസ്റ്റ് നമ്മളൊക്കെ ഓഫീസിൽ ഇതാക്കുന്ന സമയത്ത് ലാസ്റ്റ് നമ്മളൊരു ഡിസൈനർ, ഒരു വീഡിയോ എഡിറ്റർ റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ റിസൈൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, സ്കിയോളുകൾ വന്നതിന് ശേഷം എന്താ വെച്ചാൽ എന്ത് കാര്യമാണെങ്കിൽ നമ്മൾ ചെയ്തോ എന്ന് പറയും. ഓക്കെ, അപ്പൊ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കൂടി, അങ്ങനെ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു. ഒരാൾക്കൊരു അവസരം നമ്മൾ കൊടുക്കുന്ന സമയത്ത്, ഒരാളെ എൻകറേജ് ചെയ്യുന്ന സമയത്ത്, അപ്പൊ നമ്മുടെ ലൈഫിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം നിങ്ങൾ ലൈഫിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ കാരണം ലൈഫിൽ ഒരാൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാൻ സാധിച്ചു. ഒരാളെ കാണുമ്പോൾ അയാളെ എങ്ങനെ എൻകറേജ് ചെയ്യാനുള്ള ക്യാരക്ടർ ഉണ്ടാക്കുക. ബാക്കിയുള്ള ആളുകളെ എൻകറേജ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ സെൽഫ് ഡൗട്ട് ഇത് ചെയ്യും. പല ആളുകളുടെ ലൈഫിൽ സംഭവിച്ച കാര്യം, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നീ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. എന്റെ ലൈഫിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഇവനെന്ത് ചെയ്യും, ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. സീഫേ, ഈ പറഞ്ഞത് പ്രകാരം ഞാനങ്ങ് ചെയ്തപ്പോ അങ്ങനെ അങ്ങനെ സംഭവിച്ചു. അപ്പോഴേക്കാണ് നമ്മൾ കണ്ടുപിടിച്ചത് തന്നെ, എന്നാ പിന്നെ ഞാനും ചെയ്തു വെക്കാം, ഓക്കെ, എന്നാ പിന്നെ ഞാനും ചെയ്തു വെക്കാം. അങ്ങനെ ഒരു സംഭവം ചെയ്യും നമ്മുടെയൊക്കെ ലൈഫിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ എപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് വളരെ അലേർട്ട് ആവുക. നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഫ്രണ്ട്സ് ആണോ നിങ്ങളുടെ കൂടെ ഉള്ളത്, നിങ്ങൾ എൻകറേജ് ചെയ്യുന്ന ഫ്രണ്ട്സ് ആണോ നിങ്ങളുടെ കൂടെ ഉള്ളത്? ചിലപ്പോൾ നമുക്ക് എല്ലാം ഒഴിവാക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഫ്രണ്ട്സ്, ആ ഫ്രണ്ട്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം, എൻകറേജ് ചെയ്യുന്ന ഫ്രണ്ട്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ഇവരിത് പറഞ്ഞ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യണം, ഇതിലൊരു ബേസിക് ഐഡിയ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? രണ്ടാമതൊരു കാര്യം, നിങ്ങളൊന്ന് ഇരിക്കുക, ഒന്ന് ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാറ്, അവയർനെസ് ഉണ്ടാക്കുക. നിങ്ങളൊരു ഇന്നറിൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന വോയിസ് ഉണ്ടാവും. ഓക്കെ, ആ ഇന്നർ വോയിസ് ചോദിക്കുക, എന്താണ് ഞാൻ ചെയ്ത സംഭവിക്കുക. നിങ്ങളൊരു സ്വപ്നമുണ്ട്, നിങ്ങൾ ആ സ്വപ്നത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റി നിർത്തുന്ന ആ ഘടകത്തിനോട് ചോദിക്കുക, എന്താണ് ഞാൻ ചെയ്തത് സംഭവിക്കുക. ഓക്കെ, ഞാൻ മുമ്പ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, അയ്യപ്പൻ കോശി എന്ന് പറഞ്ഞ സിനിമയുണ്ട് അല്ലെ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. അയ്യപ്പൻ കോശി എന്ന് പറഞ്ഞ സിനിമയില് രണ്ട് അയ്യപ്പനും കോശിയും പൃഥ്വിരാജും മറ്റേ ആളെ പേരെന്താ, ഇവര് തമ്മിൽ ബിജു മേനോനും തമ്മിലപ്പയും ഫൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ പൃഥ്വിരാജ് ഒരു സമയത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ടൊന്ന് ബാക്കിലേക്ക് പോകും, ഒരു സെൽഫ് ഡൗട്ട് അടിക്കും. ഓക്കെ, പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരും. അപ്പൊ പൃഥ്വിരാജിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ധൈര്യം കിട്ടി ചോദിക്കും. പൃഥ്വിരാജ് പറയുന്നുണ്ട്, ജീവിതത്തിൽ നമ്മളൊരു കാര്യത്തിന്റെ വേസ്റ്റ് ലെവലിൽ, അതിന്റെ ഏറ്റവും താഴെ തട്ടുന്ന അതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയാൽ നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ട് അല്ലെ. നമ്മൾ പറയാറില്ലേ, എന്നെ തൂക്കിക്കൊല്ലുന്നുള്ളൂ പറയില്ലേ. ഓക്കെ, മാക്സിമം വന്നപ്പോ എന്താ സംഭവിക്കാൻ, മരിക്കും. നമ്മൾ ചിലപ്പോൾ പറയുന്ന ഡയലോഗ് ആയിരിക്കും, മാക്സിമം നമ്മൾ മരിക്കലുള്ളൂ, എന്തായാലും ജനിച്ചു വരിക്കും മരിക്കണം. ആ ഒരു ധൈര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ ഇന്നർ വോയിസിന് ധൈര്യം വന്നു കഴിഞ്ഞാൽ നീ ഇത് ചെയ്യും. മാക്സിമം എന്താ വരിക, മാക്സിമം വരുന്ന കാര്യം കാണാൻ ആക്സെപ്റ്റ് ചെയ്യും. ആ ബിസിനസ് ചെയ്തു തുടങ്ങിയാൽ അവിടെ ഒന്ന് ഒരു പിന്നെ മൈക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം എന്താ വരുന്നത്, ആ കാര്യത്തിന്റെ ലെവലിൽ എന്ത് ചെയ്യാം, അതിനെ കാണാൻ സാധിക്കും. രണ്ടാമത് നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പെർഫെക്ഷൻ എന്ന് പറയുന്നത് പ്രോഗ്രസ് ആണെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. ഫോക്കസ് ഓൺ ഗ്രോയിങ് നോട്ട് പ്രോവിങ്. നിങ്ങൾ എന്ത് ചെയ്താലോ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സ്, നിങ്ങളുടെ കയ്യിലുള്ള സംഭവങ്ങൾ, നിങ്ങളുടെ കയ്യിൽ ടൈം, ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങുക. എപ്പോഴും നമ്മൾ മനസ്സിലാക്കാം, നമ്മൾ നടക്കാൻ 1 വർഷം എടുത്തു, സംസാരിക്കാൻ 3 വർഷം എടുത്തു അല്ലേ. മിനിമം നിങ്ങൾ നടക്കാൻ 1 വർഷം എടുത്തു, സംസാരിക്കാൻ 3 വർഷം എടുത്തു. നിങ്ങൾ ഡ്രൈവിംഗിൽ എക്സ്പേർട്ട് ആവാൻ 1 ഇയർ എടുത്തു. വണ്ടി എടുത്ത് ഓടിച്ച അന്ന് നിങ്ങൾ എക്സ്പേർട്ട് ആയിട്ടില്ല. നിങ്ങൾ നല്ലൊരു കുക്ക് ആവാൻ സമയമെടുത്തു. നിങ്ങളൊരു കാര്യത്തിൽ എക്സ്പേർട്ട് എവിടെയൊക്കെ ആയിട്ടുണ്ടോ, ആ എക്സ്പേർട്ട് ആയ എല്ലാ സ്ഥലത്തും അതിന്റെ പിന്നിൽ നിങ്ങൾ ടൈം എടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ജിമ്മിൽ പോയിട്ട് നല്ലൊരു ബോഡി ഉണ്ടായി, ടൈം എടുത്തു, പോയ ആഴ്ച തന്നെ ഉണ്ടായിട്ടില്ല. ഓക്കെ, പെർഫെക്ഷൻ അല്ല, എപ്പോഴും പ്രോഗ്രസിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇന്നലത്തിനെക്കാട്ടും ഞാൻ ആ കാര്യത്തിന് വേണ്ടി ഇന്ന് എന്താ ചെയ്തിരിക്കുന്നത്, ഡെയിലി അതിൽ നിങ്ങൾ ആക്ഷൻസ് എടുത്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഒരു കൃഷിയാണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കളകൾ നിങ്ങൾ പറിച്ചു കളയാൻ നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ എല്ലാ ദിവസവും കൃഷി സ്ഥലത്തേക്കൊന്ന് പോയി നോക്കൂലേ, ഒരു കർഷകൻ പോയി നോക്കൂലേ, അതിന് ഇന്റർവൽ ടൈമിലെങ്കിൽ പോയി നോക്കൂലേ. ഓക്കെ, വേറെ എന്തെങ്കിലും ജീവികളൊന്നും തിന്നുന്നുണ്ടോ അല്ലെ. ഒരു വാഴക്കൃഷി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിന്റെ ഓരോ ഗ്രോത്ത് നോക്കും. അതിന് സമയത്ത് എന്ത് ചെയ്യണം, അതിന് ചിലപ്പോൾ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും, അപ്പൊ സപ്പോർട്ട് കൊടുക്കും. ക്ലിയർ ആണോ? പ്രോഗ്രസിന് എന്ത് ചെയ്യാം,
പെർഫെക്ഷൻസ് നിങ്ങൾ പ്രോഗ്രസ്സിലേക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫ് ഡൗട്ട് കുറക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അഫർമേഷനും അതേപോലെ തന്നെ പെട്ടെന്നുള്ള ക്വിക്ക് ആക്ഷൻ ടേക്കർ ആവുന്നതാണ്. ഒന്നാമത്തെ അഫർമേഷൻ കൊടുക്കുക എപ്പോഴും ഐ ആം ഇനഫ്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് അഫർമേഷൻ ആണ് ഐ ആം ഇനഫ് എന്നുള്ള ഒരു അഫർമേഷൻ. ഐ ആം ഇനഫ്. ഓക്കെ, പിന്നെ ഈ ഒരു പെർഫെക്ഷൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ പറയാം ഐ മേ നോട്ട് പെർഫെക്റ്റ് ബട്ട് ഐ ആം പവർഫുൾ. ഓക്കെ, ഞാൻ എന്താണെന്നില്ല, പെർഫെക്റ്റ് ആണെന്നില്ല, പക്ഷെ ഐ ആം പവർഫുൾ ആണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന രീതിയിൽ ഫീൽ ചെയ്തുകൊണ്ടുള്ള ഒരു അഫർമേഷൻസ് നമ്മൾ ഉണ്ടാക്കാം. സെൽഫ് ഡൗട്ട് നമ്മുടെ ലൈഫിൽ എന്തായാലും വന്നുകൊണ്ടിരിക്കും. സെൽഫ് ഡൗട്ട് ഈസ് എ വിസിറ്റർ. ഓക്കെ, എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക സെൽഫ് ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് വന്നു പോകുന്ന ഒരു ചെറിയ വിസിറ്റർ ആണ്. ഡോണ്ട് ലെറ്റ് ഹിം അൺപാക്ക് ആൻഡ് സ്റ്റേ. അയാൾ അവിടെ നിലനിർത്താൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, സമ്മതിക്കരുത്. സെൽഫ് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അവനെ പെട്ടെന്ന് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പിരിച്ചുവിട്ടേക്കണം. കൂടുതൽ സമയം എന്ത് ചെയ്യരുത്, അവനോട് നിർത്തരുത്. നിങ്ങളെ വീട്ടിലേക്ക് ഒരു വളരെ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള നിങ്ങളങ്ങനെ കുറ്റം പറയുന്ന ഒരാൾ വന്നു. ഓക്കെ, അയാളെ കാണുന്ന നിങ്ങൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ തന്നെ പറയാം എന്താ മുടി ഇങ്ങനെയൊക്കെ. ഓക്കെ, ഇനിയിപ്പോ അവിടെ തന്നെ ജോലി, അങ്ങനെ ഭയങ്കര നിങ്ങൾ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാൾ നിങ്ങൾ എന്താ ചെയ്യാം? അയാളെ ചായ കൊടുത്ത് സൽക്കരിച്ചിട്ട് അമ്മാവ നാളെ പോകാൻ നിൽക്കുമോ, അതോ പെട്ടെന്ന് പറഞ്ഞേക്കാൻ നോക്കുക? എന്താ ചെയ്യാം? എന്താ ചെയ്യാ? ഭയങ്കര അങ്ങനത്തെ അമ്മാവനാണ് സെൽഫ് ഡൗട്ട്. ക്ലിയർ ആണോ? അയാൾ എന്ത് ചെയ്തേക്കണം, അയാൾ വന്നു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞേക്കാൻ സാധിക്കും അത്രയും നിങ്ങളുടെ ലൈഫ് ഗ്രോത്തിലേക്ക് പോകും. അയാൾ അവിടെ നിർത്താനാണ് നിങ്ങൾ പ്ലാൻ വെച്ചെങ്കിൽ ഒരിക്കലും നിങ്ങൾ ലൈഫിൽ എന്ത് ചെയ്യില്ല, സക്സസ് ആവില്ല. ഓക്കെ, എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക യു ബിക്കം വാട്ട് യു ബിലീവ് നോട്ട് വാട്ട് യു വിഷ്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നിങ്ങൾ ആവുക, ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമില്ല. സോ ലോ ഓഫ് അട്രാക്ഷൻ ഓൾവേസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ലൈക്ക് അട്രാക്ട് ലൈക്ക്. എന്താണ് ലൈക്ക് അട്രാക്ട് ചെയ്ത് ഒരേപോലുള്ളവ പരസ്പരം ആകർഷിക്കപ്പെടും. അപ്പൊ നിങ്ങൾ സെൽഫ് ഡൗട്ടാണ് അടിക്കുന്നത് വെച്ചെങ്കിൽ ഇഫ് ഐ ഫെയിൽ, നമ്മളെപ്പോഴും നോക്കണത് ഞാൻ പരാജയപ്പെട്ട എന്താ സംഭവിക്കുക, ഇതായിരിക്കും എപ്പോഴും നോക്കുക. അപ്പൊ എന്താ ചെയ്യാ, യൂണിവേഴ്സ് എപ്പോഴും റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് റെസ്പോണ്ട് നോട്ട് യുവർ ഡ്രീംസ് ബട്ട് യുവർ വൈബ്രേഷൻ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചുള്ള യൂണിവേഴ്സ് റെസ്പോണ്ട് ചെയ്യാൻ. യൂണിവേഴ്സ് വൈബ്രേഷൻ ആണ്. ഇപ്പൊ ഒരാളിങ്ങനെ ഭയങ്കര പൈസക്കാരനാണെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ അയ്യോ ഞാൻ എങ്ങനെയാണ് ലോൺ അടക്കുക, ഞാൻ എങ്ങനെയാണ് പൈസ കൊടുക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വൈബ്രേഷനോടെ മാറി. ഓക്കെ, ഒരാൾ ഞാൻ ഭയങ്കരമായിട്ട് പബ്ലിക് സ്പീക്കർ ആണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, അയാൾ ഞാൻ ഇപ്പൊ നാളെ സംസാരിച്ച് ഞാൻ തെറ്റുമോ, അവിടെ വൈബ്രേഷൻ മാറി. നിങ്ങളെ വൈബ്രേഷനിലേക്കുള്ള സാധനങ്ങളാണ് ഇത്. അതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസമായിട്ട് വരിക. നിങ്ങൾ ആഗ്രഹമല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസം എന്താവാം അതാണ് വരിക. അപ്പൊ ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളൊരു സാധനം മാറ്റിയിട്ട് എന്താണ് ഐ ആം ഗുഡ് ഇനഫ് എന്ന് ആക്കിക്കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനങ്ങൾ സംഭവിക്കും. എപ്പോഴും പറയാം അഫർമേഷൻസ്, എപ്പോഴും പറയാം ഐ ആം കോൺഫിഡന്റ്, ഐ ആം അലൈൻഡ്, ഐ ആം വൃത്തി, ഐ ആം ചേർത്തുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് എത്ര പറയാൻ സാധിക്കുമോ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഐ ആം എന്ന് ചേർത്തിട്ടുള്ള ഏത് അഫർമേഷൻസ് നിങ്ങൾക്ക് പറയാം. ഐ ആം മണി, ഐ ആം ഇനഫ്, ഐ ആം കോൺഫിഡന്റ്, ഐ ആം സ്ട്രോങ്, ഐ ആം പവർഫുൾ. ഓക്കെ, ഈ സാധനങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ലൈഫ്. ഓക്കെ, ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ലൈഫ്. ഞാൻ ഇന്ന് രാവിലെ ഒരു പോഡ്കാസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പോഡ്കാസ്റ്റ് കേട്ട സമയത്ത് പോഡ്കാസ്റ്റിൽ നെപ്പോളിയൻ ഹില്ലിന്റെ പോഡ്കാസ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അതില് നെപ്പോളിയൻ ഹില്ല് പറയാണ് എന്താണ്, ഒരു ബിസിനസ്സുകാരൻ ഒരു തകർന്നിട്ട് വന്നു. ഞാൻ അയാളോട് പറഞ്ഞു ഓക്കെ ഈ ഒരു അഫർമേഷൻ പറയാൻ പറഞ്ഞു. ഏത് അഫർമേഷൻ? ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ലൈഫ്. അങ്ങനെ 6 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ബിസിനസ് നഷ്ടത്തിൽ നിന്ന് മാറിയെന്ന് മാത്രമല്ല എന്റെ ബിസിനസ് വളരെ പ്രോഫിറ്റബിൾ ആണ്. ഒരൊറ്റ അഫർമേഷൻ ആണ് ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ലൈഫ്. സോ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, അഫർമേഷൻ. സെൽഫ് ഡൗട്ട് ഉണ്ടാവും, ആ സെൽഫ് ഡൗട്ടിനെ ഓവർകം ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട സാധനം വെച്ചാൽ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത്. ഓക്കെ, സെൽഫ് ഡൗട്ട് ഉണ്ടാകുമ്പോൾ ഒക്കെ അതെടുത്ത് വായിക്കാം. ഒരു സ്ക്രിപ്റ്റ്, നിങ്ങൾ നാളെ ആരാവും, എങ്ങനെയാവും, എന്താണ് ആയി തീരാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ തന്നെ ഒരു കഥകൾ എഴുതുക നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ. സെൽഫ് ഡൗട്ട് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക, അതെടുത്ത് വായിക്കുക, ആ സ്ക്രിപ്റ്റിനൊന്ന് റീസ്ക്രിപ്റ്റ് ചെയ്യും. ഓക്കെ, എന്താണ് അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തുക, എന്താണ് നിങ്ങൾ അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തുക. ഓക്കെ, സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്.
താങ്ക് യു ഓക്കെ. എപ്പോഴും നിങ്ങൾ ഇന്നത്തെ ഒരു ടേക്ക് അവേ പോയിന്റ് ആയിട്ട് നിങ്ങൾ മെയിൻ ആയിട്ട് എടുക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട പ്രാക്ടീസാണ് ഡൗട്ട് ഈസ് ദ എനിമി ഓഫ് ആക്ഷൻ. നിങ്ങൾ ഇന്ന് പോകുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ വളരെ ഭംഗിക്ക് നിങ്ങൾ എഴുതി വെക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡൗട്ട് ഈസ് ദ എനിമി ഓഫ് ആക്ഷൻ. നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതിൽ നിന്നും നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് ഡൗട്ടാണ്. സോ കിൽ ദാറ്റ് ഡൗട്ട്സ്. ആ ഡൗട്ട്സിനെ എപ്പം നിങ്ങൾ കൊല്ലുന്നോ അപ്പം നിങ്ങൾ ആക്ഷനിലേക്ക് ഇറങ്ങും. പല കാര്യങ്ങളും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കാത്തതിന്റെ പിന്നിലുള്ള നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് ഡൗട്ടാണ്. ആ ഡൗട്ടിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സൈഫ് സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു സർ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ എവിടെ എല്ലാവരും ഇവിടെ ഇല്ലേ? റെഡിയല്ലേ എല്ലാവരും? നിങ്ങളുടെ ഓക്കെ. അപ്പം സാർ ഇന്ന് സെഷനെ ബേസ് ചെയ്തിട്ട് ഇപ്പം ഷൈനി മാം ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഷെയർ ചെയ്യാം. ആരാണ് ഫസ്റ്റ് ഷെയർ ചെയ്യാൻ വരുന്നത്? സൈഫ് സാറ് സെഷൻ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിൽ? ഫസ്റ്റ് ടൈം ആണ് ലോ ഓഫ് അട്രാക്ഷൻ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന എന്നുള്ള അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, എന്നാ നിങ്ങൾക്ക് പറയാം. ആരാ ഫസ്റ്റ് ഷെയർ ചെയ്യാൻ വരുന്നേ? ഹായ് മാജിക് മോർണിംഗ്. ഓക്കെ, സിന്ധു മാം പറഞ്ഞോളൂ. ഷൈനി മാം പറഞ്ഞ പോലെ തന്നെ ഞാനും പറയുന്നത്, അംഗൻവാടി ടീച്ചറാണ്. നമ്മൾ മറ്റുള്ളവരോട് നന്നായി സംസാരിക്കും ഒക്കെ ആണെങ്കിലും കൂടി ഒരുപാട് സംസാരിക്കുന്ന രീതിയിലും ഓരോ വാക്കുകൾ യൂസ് ചെയ്യണതിലും ഒരുപാട് മിസ്റ്റേക്കുകൾ എനിക്ക് വന്നിരുന്നു. ചറവറ സംസാരിക്കെങ്കിലും അത് സംസാരിക്കുന്ന രീതിയൊക്കെ ഒരുപാട് അതിലൊക്കെ എന്നെ തിരുത്തി എന്നെ ഇന്ന് ഇങ്ങനത്തെ ഒരു നിലയിലേക്ക് ആക്കിയത് സേഫ് സാറാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളിലേക്കും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും അത് നെഗറ്റീവ് ആണെങ്കിലും അതൊക്കെ സാർ എനിക്ക് തിരുത്തി തന്നിട്ടുണ്ട്. അത് വേദിയിലായാലും പേഴ്സണലായിട്ടായാലും അതിന് ഒത്തിരി താങ്ക്സ് പറയണേ. ഇന്ന് നല്ല രീതിയിൽ സംസാരിക്കാനും എനിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ഒരു ആത്മസംതൃപ്തി എനിക്കുണ്ട്. അതിനുള്ള അവസരം ഒരുക്കി തന്നതൊക്കെ ബി മേജിക് കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് എന്നെ ഇങ്ങനെ ആക്കിയത് കമ്മ്യൂണിറ്റിയാണ്. അല്ലെങ്കിൽ ഇന്നും കരഞ്ഞ് പഴയതുപോലത്തെ അവസ്ഥയിൽ ഇരിക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റി. ഇപ്പൊ പുറകോട്ടുള്ള ചിന്തയില്ല. ഇന്ന് നമുക്ക് എന്താ വേണ്ടത്, എന്താണ് നമ്മളെ ആവശ്യം എന്നുള്ളത് മാത്രമേ നമുക്ക് ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലേക്കൊക്കെ എത്തിച്ചത് ഈ ഒരു കമ്മിറ്റിയാണ്. ഓക്കെ, താങ്ക് യു സേഫ് സാർ, താങ്ക് യു ബി മേജിക് കമ്മ്യൂണിറ്റി, താങ്ക് യു. താങ്ക് യു. താങ്ക് യു സിന്ധു മാം. ഓക്കെ, താങ്ക് യു സിന്ധു മാം. അടുത്ത ആൾക്ക് പറയാട്ടോ. പുതിയ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ പറയട്ടെ. ഓക്കെ, പുതിയ ആളുകളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഞാൻ സംസാരിച്ചാൽ എന്താകുമെന്ന് പേടിക്കണ്ട. നല്ലൊരു ഗ്രൗണ്ടാണ് സംസാരിക്കാൻ പറ്റിയത്. അതെ, അതെ, നമ്മൾ കേൾക്കാൻ കളിച്ച് ജയിക്കണോ ഗാലറിയിൽ ഇരിക്കണോ നിങ്ങൾ തീരുമാനിക്കാം. സാർ പറഞ്ഞ പോലെ പഠിക്കാൻ പറ്റിയൊരു ഗ്രൗണ്ടാണ്. ഞാൻ പിന്നെ പഴയ കാലത്ത് തന്നെ ഭയങ്കര സംസാരം കേട്ടോ. പേര് വിളിച്ചാൽ പോലും മിണ്ടാത്ത ഒരാളാണ്. പറഞ്ഞോളൂ. ആരും പറഞ്ഞില്ല, നമ്മള് പറയാൻ തുടങ്ങും. അത്ര ദിവ്യ മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ് ഞാൻ വിചാരിച്ചു പുതിയ ആളുകൾ വല്ലവരും പറയുന്നുണ്ടെങ്കിൽ പറയട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇതില് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് പുതിയ പേരൊന്നും കണ്ടില്ല. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണേ. ഇപ്പൊ ദിവ്യ മാം പറഞ്ഞോളൂ. ഇത് തന്നെയാണ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ബി മാജിക്കിൽ വന്നതിന് ശേഷമാണ് നിങ്ങൾ എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് വരെ പഠിച്ചത്. ആക്ച്വലി ഈ പറയുന്ന പോലെ തന്നെ
നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം സംസാരിക്കുന്നല്ലാതെ എങ്ങനെ ഒരാളോട് കൃത്യമായിട്ട് പെരുമാറണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു സത്യത്തിൽ. മാജിക്കിൽ വന്നു എല്ലാവരുടെ അടുത്തും സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് എങ്ങനെയാണ് ഒരാളുടെ അടുത്ത് പെരുമാറേണ്ടത് കൃത്യമായിട്ടെന്നുള്ളത് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ സെൽഫ് ഡിസിപ്ലിൻ എന്താണെന്ന് മനസ്സിലാക്കിയതും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അപ്പോ അതിന് കംപ്ലീറ്റ് ഒരു എന്താ പറയാ മാജിക്കിനോട് കടപ്പെട്ടിരിക്കുകയാണ്. സിന്ധുമേൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒന്നും എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത് ഒന്നും ഒരു ഐഡിയ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളൊരു കോൺഫിഡൻസിലേക്ക് എത്തിച്ചത് ഈ മാജിക് ആണ്. അപ്പോ താങ്ക് യു സേഫ് സർ. നല്ല ഒരു ക്ലാസ് ഇന്ന് എന്താ പറയാ സെൽഫ് ഡൗട്ടിനെ കുറിച്ച്. കാരണം ആദ്യം കാലങ്ങളിൽ ഈ സെൽഫ് ഡൗട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് സെൽഫ് ഡൗട്ടിലേക്കാണ്. അപ്പൊ ഇപ്പൊ അങ്ങനെയല്ല, അതിൽ നിന്ന് മാറി നമ്മൾ കോൺഫിഡൻസിലേക്ക് യെസ് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നിപ്പിച്ചത് ഈ ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിലെ ഓരോ റുട്ടീൻസ് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ്. താങ്ക് യു മച്ച്. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. സേഫ് സാർ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ബിബാജി കമ്മ്യൂണിറ്റിയോട് കടപ്പെട്ടിരിക്കുകയാണ്. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് തരണം ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഗ്രോത്ത് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സംസാരിക്കാനാണെങ്കിലും അതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്യാനാണെങ്കിലും ഒക്കെ ഉള്ള കരുത്തും ആ ഒരു എന്താണ് ഭയം മാറി അത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ആ ഒരു കഴിവൊക്കെ ആർജിച്ചത് ഇതിൽ നിന്നുമാണ്. ജീവിതത്തിൽ ഡൗൺ ആകുമ്പോഴത്തേക്കും സാറിൻ്റെ ഓരോ ക്ലാസ്സിലെ വാക്കുകളും അതുപോലെ തന്നെ ഇപ്പം തന്നെ സെൽഫ് ഡൗട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലെ മിക്കവാറും കാര്യങ്ങൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ആക്ഷൻ എടുക്കാത്തത് അല്ലെങ്കിൽ ചെയ്യാത്തത്? അത് ഫെയിൽ ആവുമോ എന്നുള്ള ഒരു പേടി. അപ്പം ആ പേടിയും എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടതെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ സാറ് നന്നായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശില. ഓക്കെ, താങ്ക് യു ദിവ്യ മാം ആൻഡ് ഷില മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ആരെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. ഒരു വാക്ക് കൂടി പറയട്ടെ മോളെ. എന്താ പറയാ, നമ്മളെ റസാഖ് സാറ് കാര്യം വീഡിയോ ചലഞ്ചിലൂടെയാണ് നമുക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് കൂട്ടി തന്നതും. അതൊക്കെ റസാഖ് സാറിന്റെ വീഡിയോ ചലഞ്ചിലൂടെയാണ് കേട്ടോ. അതിന് ഞാൻ റസാഖ് സാറിനോട് നന്ദി പറയാണ്. അതിനെല്ലാം വേദി ഒരുക്കിയത് ബിമാജിക്കുമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു സിന്ധു മാം. നെജില? മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. എനിക്ക് ഒരുപാട് എന്താ പറയാ, ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് എന്താ ഞാൻ എന്തോ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരു ഫ്രണ്ടിനെ ഒരാളെ കണ്ടാൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നെഗറ്റീവ് എന്താ പോസിറ്റീവ് എന്താ ഒന്നുമില്ല. അപ്പൊ ഞാൻ എപ്പോഴും എന്റെ ലൈഫ് പറയുന്ന ഒരു വാക്കായിരുന്നു അടിപൊളി അടിപൊളി. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഇതില് ബിമാജിക്കലി വന്നിട്ട് ഏതാനും ദിവസങ്ങളായിട്ടേ ഉള്ളൂ. അപ്പൊ ഇതില് വന്നിട്ട് ഫസ്റ്റ് എന്നെ ഫീഡ്ബാക്ക് പറയാൻ പറഞ്ഞപ്പോ ഞാൻ അടിപൊളിയായിട്ടുണ്ട് ക്ലാസ് എന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ ഇപ്പൊ പറയുമ്പോ അത് ചിലപ്പോ ഞാൻ പറയാറുണ്ട്, ഇപ്പോഴും ചിലപ്പോ ഒക്കെ പറഞ്ഞു പോവാറുണ്ട്. കാരണം നമ്മൾ പണ്ടേ ശീലിച്ചു വന്നതാണല്ലോ. അപ്പൊ അത് മാറ്റാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ ഇപ്പൊ എന്ത് പറയുമ്പോ ആദ്യം ഒന്ന് ചിന്തിക്കും, അത് പറയട്ടെ, ചിന്തിച്ചിട്ടേ ഞാൻ പറയാറുള്ളൂ. പിന്നെ വന്ന മാറ്റം എന്ന് പറയുന്നത് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത് തന്നെയാണ്. ഈ ഒരു ടൈമില് കുറച്ച് എനിക്ക് പഠിക്കുന്ന കാലത്തൊക്കെ എന്റെ അമ്മ ഉള്ള സമയത്തൊക്കെ ഞാൻ കയ്യിലൊക്കെ വെച്ച് അടിച്ചിട്ടാണ് ഞാൻ എഴുന്നേൽപ്പിക്കുക. അമ്മ 4 മണിക്ക് ഞാൻ അടിക്കാൻ തുടങ്ങും, ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കുള്ളൂ. അപ്പൊ അത്ര അടി കൊണ്ടിട്ട് പോലും ഞാൻ എഴുന്നേൽക്കാത്ത ആളാണ്. ഇപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കാണ്ട്, എന്താ ഞാൻ അങ്ങനെ എണീക്കുന്നത്? ഞാൻ തന്നെ അറിയാതെ വന്നൊരു മാറ്റാണ്. അപ്പൊ അത് ബിമാജിക്കും അതേപോലെ തന്നെ ഒരുപാട് എനിക്കിപ്പോ വർക്കിന്റെ പ്രശ്നമാണെങ്കിലും എന്തുണ്ടെങ്കിലും എനിക്ക് സേഫ് സാറോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു സേഫ് സാറിലൂടെ എനിക്ക് ഒരുപാട് മാറ്റം വരും എന്നാണ് എനിക്ക് തോന്നുന്നതല്ല, വന്നിട്ടുണ്ട്. ഇനി അത് അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ ടൈമാണ് 5 മണി എന്ന് പറയുന്നതും ഞാൻ കറക്റ്റ് 5 മണിക്ക് അലാറം വെക്കും. പക്ഷെ 4:45 ഞാൻ എഴുന്നേൽക്കാറുണ്ട്. അപ്പൊ അലാറം അടിയുന്നതിന്റെ മുന്നേ ഞാൻ എഴുന്നേറ്റ് ശീലിച്ചു. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, എന്താണ് പറ്റിയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രാവിലെ എണീക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, കുളിക്കുന്നു, എന്താ പ്രശ്നം? ഞാൻ ഡെയിലി തല കുളിക്കാത്ത ഒരാളായിരുന്നു. അപ്പൊ ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഡെയിലി കുളിക്കുമ്പോ കഴിഞ്ഞോട് എന്താ പറ്റിയ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മൈൻഡ് വേറെ എന്തെങ്കിലും പ്രശ്നമാണോ ഇത് ചേഞ്ച്? അപ്പൊ പിന്നെ ഡെയിലി ആണ് ഞാൻ ഇങ്ങനെ
ഈ ടൈം ആകുമ്പോൾ ഞാൻ വന്ന് ഈ ടൈമിൽ കുറച്ചുകൂടി നേരത്തെ എണീച്ച് ഞാൻ കിച്ചണിലെ കുറച്ച് പണി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരിക, ക്ലാസ്സിലേക്ക് വരിക. അപ്പൊ ഇവിടെ എല്ലാവരും ചോദിക്കും എന്താണ് ഇപ്പൊ, എന്താ ഇവർക്കൊന്നും പിടികിട്ടിയിട്ടില്ല എന്താണ് എന്നുള്ളത്. ഇപ്പൊ ക്ലാസ് കേൾക്കുന്നു. ഇതിന്റെ മുന്നേ ഞാൻ കുറെ ഇതുപോലത്തെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേട്ട ഒരാളാണ്. അപ്പം അന്നൊന്നും ഒരു ചേഞ്ച് വേണമെന്ന് ആ 2 ദിവസം ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷെ 3-ാമത്തെ ദിവസം ഞാൻ കിടന്നുറങ്ങും. ഇതില് വന്നിട്ടും ഫസ്റ്റ് ഡേ ഒക്കെ ഞാൻ കിടന്നിട്ട് തന്നെയായിരുന്നു കാണുന്നത്. മെഡിറ്റേഷൻ ഒക്കെ ഞാൻ ഫസ്റ്റ് 2-3 ക്ലാസ് ഒക്കെ കിടന്നിട്ട് തന്നെയായിരുന്നു ചെയ്തത്. പക്ഷെ പിന്നെ ആരും പറഞ്ഞിട്ടൊന്നല്ല, എനിക്ക് തന്നെ തോന്നി ചേഞ്ച് വേണം, നമ്മളെ തന്നെ കബളിപ്പിക്കുകയാണ് എന്നുള്ളത്. പക്ഷെ എനിക്ക് ഇതിനു മുന്നേ ഞാൻ ഇതുപോലെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്കൊരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു ഇത് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഓക്കെ എനിക്കത് ചെയ്യണം എന്നുള്ളൊരു ഉള്ളിന്ന് ഞാൻ പോലും അറിയാതെ അത് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്. അത് ബിമാജിക്കും സേഫ് സാറും തന്നെയാണ് അതിന് കാരണം. എന്താ പറയുക, താങ്ക്സ് ഒന്നും പറഞ്ഞാൽ അതിലൊന്നും ഒതുക്കാൻ പറ്റൂല. ഒരുപാട് നന്ദിയുണ്ട്. കോഴിക്കോട് ഫുഡ് ഓർഡർ ചെയ്തു, താങ്ക്സ് കൊടുക്കാൻ പറ്റില്ല. അതുമ്പോ കാലൊക്കെ ഇപ്പൊ എന്ത് മനസ്സിലായി, ഒരാളെ അടിച്ചാലും ഇടിച്ചാലും ഉപദേശിച്ചാലും ഒന്നും ഒരാൾ നന്നാവില്ല എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക് യു നജ്ല, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഇനി ഫീഡ്ബാക്ക് പറയാനുള്ളവർ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ നിങ്ങൾ വോയിസ് ആയിട്ടോ ടൈപ്പ് ചെയ്തിട്ടോ അയക്കാം. സോ ഇപ്പം ടൈം ഒരുപാട് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഇനി ഒരു സെഷൻ എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് സേഫ് സാർ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. സോ അതെല്ലാവരും പ്രാക്ടീസ് ചെയ്യാം. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷന് സേഫ് സാറുടെ അടുത്ത് നന്ദി പറയാണ്. താങ്ക് യു സേഫ് സാർ, താങ്ക് യു സോ മച്ച്. ദെൻ ഇതിൽ പങ്കെടുത്ത എല്ലാ ബിമാജിക് മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ബൈ. താങ്ക് യു സാർ, താങ്ക് യു മുഫീദ, താങ്ക് യു ഓൾ, Thank you so much. Thank you, sir. Have a nice day.